ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും വികാരത്തെക്കുറിച്ചും പറഞ്ഞു. കഴിഞ്ഞ അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ കാർഡിൽ അങ്ങനെ വല്ലാതെ അപഹസിക്കുന്ന ഒരു ഇമേജ്, പക്ഷെ വല്ലാതെ പ്രതികരിച്ചു കണ്ടില്ല. ഞാൻ പ്രതികരിക്കില്ല. എന്താണ് കാര്യം? എന്താണ് അവർക്കറിയല്ലോ. അവരെന്തുമാത്രം പറഞ്ഞാലും ഞാനിത് ഇപ്പൊ എന്തെല്ലാം ആരോപണങ്ങൾ എനിക്കെതിരെ വന്നു. കേരള സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു. നട്ടാൽ മുളയ്ക്കാത്ത നുളകൾ എന്റെ തലയിൽ കെട്ടിവെച്ചു. പക്ഷെ ഞാൻ എവിടെ നിൽക്കുന്നു? ഈ ആരോപണങ്ങൾ എന്നെ എവിടെ സ്വാധീനിച്ചിട്ടുണ്ട്? എൻ്റെ ജീവിതത്തെ ഇത് എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരു തരിമ്പെങ്കിലും അത് തടസ്സപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്? BJP നേതാക്കൾക്കെതിരെ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ പാതയിലാണ് പോകുന്നതെങ്കിൽ എന്തിനാണ് നമ്മൾ ആരോപണങ്ങളെ ഭയപ്പെടുന്നത്? അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് നിന്നിരുന്നെങ്കിൽ മോദി ഇപ്പോഴും എവിടെ നിൽക്കുമായിരുന്നു? മോദി ഇതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ ഗോൾ ഇതാണ്, ഇതൊന്നുമല്ല, ഇവരൊന്നും പറയുന്നത് കേൾക്കാനല്ല, എൻ്റെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞങ്ങൾ അതാണ് ശീലമാക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഇതിനെല്ലാം മോഡൽ. നരേന്ദ്രമോദി എന്തെല്ലാം പറഞ്ഞ് വേട്ടയാടി, അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹം എവിടേക്ക് പോകുന്നു? മരണത്തിന്റെ പിന്നെന്താ പറഞ്ഞത്, വ്യാപാരി എന്ന് പറഞ്ഞു, കൊല്ലാനായിട്ട് വംശഹത്യയുടെ നായകനെന്ന് പറഞ്ഞു, അംബാനിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞു, അദാനിയോടൊപ്പം പറക്കുന്നു. വല്ല സത്യമുണ്ട്. സൂട്ട് ബൂട്ട് സർക്കാരാണെന്ന് പറഞ്ഞു, നീരവ് മോദിയെ വിട്ടു. ഇതൊക്കെ കോൺഗ്രസ് ചെയ്തതാണ്. പക്ഷെ അപ്പോഴും മോദി എല്ലാം മോദിയാണ്. പക്ഷെ മോദി ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. മോദിയുടെ പ്രതിച്ഛായക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞിട്ട് എന്തായി? റഫാൽ കള്ളൻ എന്ന് പറഞ്ഞിട്ട് എന്തായി? എവിടെ എത്തി? ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്താവും? ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മോദിയാണ് ശരിയെന്ന് കാലം തെളിയിക്കുന്നു. കാരണം 2014 വരെ തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾ എവിടെയാണ് ഈ കറൻസി ഒഴുകിയത്? ചോദ്യം അമിത്ഷാ ചോദിച്ചിട്ടുണ്ടല്ലോ. നാളെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇതൊക്കെ കൃത്യമാവും. ഭരണഘടനാ പരമല്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോഴേക്കും അതിൽ തട്ടിപ്പണം 6,000 കോടി BJPക്കും 14,000 കോടി പ്രതിപക്ഷത്തിനും കിട്ടിയത് എങ്ങനെയാണ് അഴിമതിയാവുന്നത്? ഈ കിട്ടിയവരാണ് ഈ വർത്തമാനം പറയുന്നത്. മാർട്ടിന്റെ കാശ് ആരാണ് വാങ്ങിയത്? BJP ആണോ? DMKയുടെ കയ്യിൽ നിന്ന് 10 കോടി രൂപ യാതൊരു നാണവുമില്ലാതെ വാങ്ങി പോക്കറ്റിലിട്ട ആളാണ് പിണറായി വിജയൻ. മോദി എല്ലാം വാങ്ങിയിരിക്കും, BJP എല്ലാം വാങ്ങിയിരിക്കും. ട്രാൻസ്പെറന്റ് ആണ്, SBI വഴിയാണ്, അല്ലാതെ ആരുടെടുത്തും പോയിട്ട് കറൻസി വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ തവണ കള്ളപ്പണ ആരോപണം ഞങ്ങൾക്കെതിരെ വന്നു. ഞാൻ അന്നും പറഞ്ഞല്ലോ, 1 രൂപയുടെ ഇടപാട് ഡിജിറ്റൽ അല്ലാതെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. കാരണം ഞങ്ങൾക്കൊരു ശരിയായ വഴിയുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ശരിയായ മാർഗത്തിൽ ഞങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി പോരാടിയ പോരാളി എന്നുള്ള ഇമേജ് നിൽക്കുന്നുണ്ടാവാം. കെ സുരേന്ദ്രന്റെ ആവശ്യത്തിന് ആക്രമണോത്സുകനാകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു വികാരം അല്ലെങ്കിൽ വിമർശനം ഒരുപക്ഷെ ഒരു സംസ്ഥാന അധ്യക്ഷന്റെ അല്ലല്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ നിന്ന് ഇപ്പോൾ ഞാൻ കല്ലെറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പോലീസിനെ കാണുമ്പോൾ ഞാൻ അടിക്കുമ്പോൾ ഞാൻ തിരിച്ചാക്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാലമാണ്. ഇപ്പൊ BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ കല്ലെറിഞ്ഞു നാളെ വന്നാൽ എന്തായിരിക്കും? പോലീസ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ ഗ്രനേഡ് എറിയുമ്പോൾ ആ ഗ്രനേഡ് തിരിച്ചെടുത്ത് എറിഞ്ഞ് ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ തന്നെ ഞങ്ങൾക്കെതിരെ ഗ്രനേഡ് എറിഞ്ഞപ്പോൾ ആ ഗ്രനേഡ് തട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലൂടെ പോവാണ്. നമ്മൾ രാഷ്ട്രീയമാണ് പറയുന്നത്. അറ്റാക്ക് ചെയ്യുന്നത് പൊളിറ്റിക്സാണ്. അവരുടെ നിഷേധാത്മക രാഷ്ട്രീയത്തിനെതിരായ ശരിയായ നിലപാടെടുക്കുന്നു. ആ നിലപാടിന് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ഈ പ്രാവശ്യം ഗവൺമെന്റ് ഉണ്ടാക്കുമോ അടുത്ത പ്രാവശ്യം ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നല്ല. ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് വഴി തുറക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ BJP ഗവൺമെന്റിനെ ജനങ്ങൾ സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും. പക്ഷെ ഞങ്ങൾ ഇത്തവണ ഈ കാര്യത്തിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കഠിനമായ പാത ഞങ്ങൾ ഇത്തവണ വെട്ടി തുറക്കും, സംശയം.